എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു കുർത്തിയായിട്ടാണ് യൂസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ജോർജറ്റ് 1 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ ലൈനിങ്, ക്രേപ്പിന്റെ ലൈനിങ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യോക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് 4 മടക്കിയിട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും യോക്ക് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റിന്റെ ലെങ്തിനനുസരിച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും യോക്ക് ചെയ്യാറ്. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് മുകളിൽ, അതായത് കുറച്ച് പൊക്കിയാണ് നമ്മൾ യോക്ക് ചെയ്യുന്നത്. അപ്പൊ 11 ഇഞ്ചാണ് യോക്കിന് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 12 ഇഞ്ച് ലെങ്തിലാണ് തുണി ഇതേപോലെ 4 മടക്കിയിട്ടിരിക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വിഡ്ത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മടക്കിയിടാൻ. അതായത് നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ടിന് എത്രയാണോ വരുന്നത് അതിന്റെ കൂടെ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം വിഡ്ത്ത് മടക്കിയിടാൻ. അപ്പൊ ഞാൻ 11 ഇഞ്ച് വിഡ്ത്തിലും 12 ഇഞ്ച് ലെങ്തിലുമാണ് ഇതേപോലെ ക്ലോത്ത് മടക്കിയിട്ടത്. കറക്റ്റ് 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ താഴ്വശം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. 7.5 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചാണ് ആം ഹോള്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു. രണ്ടും കൂടി നമുക്ക് യോജിപ്പിച്ചിട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ബാക്കിൽ ആം ഹോൾ വരയ്ക്കാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈവച്ച് വരച്ചാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ബാക്കിൽ ആം ഹോൾ വരച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ആം ഹോളും കൂടി ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ്. 4 മടക്കിയിടുന്ന സമയത്ത് 9 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത്. അതിന്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടിയും 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും ഇതേപോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുക. താഴ്വശത്ത് നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തും കൂടി വരയ്ക്കുന്നുണ്ട്. കാരണം ബാക്കി ഇനി താഴോട്ടേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കുറച്ച് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ, ഒരു ഷേപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരയ്ക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരച്ച അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്കിൽ ആം ഹോൾ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ ആം ഹോൾ കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ പീസിലെ നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലെ പീസിലെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സെന്റർ മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിലെ പീസിന്റെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കിലെ പീസ് എടുക്കുക. 3 ഇഞ്ചാണ് ഓൾറെഡി നമ്മുടെ നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ചാണ് ഞാൻ നെക്കിന് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി വെച്ചിട്ട് റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. നെക്കിന്റെ ലെങ്ത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നമ്മൾ 1 മീറ്റർ ജോർജറ്റിന്റെ ഫാബ്രിക് സെന്റർ പോർഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു വെച്ചിരുന്നു. അതിനെ കറക്റ്റ് 2 ആക്കിയിട്ട് ഇതേപോലെ മടക്കുക. 1 ഇഞ്ച്, അതായത് വീതിക്ക് അനുസരിച്ചിട്ട് മടക്കുക കേട്ടോ. വീതിക്ക് അനുസരിച്ച് മടക്കുന്ന സമയത്ത് 44 ഇഞ്ചാണ് ജോർജറ്റിന്റെ മൊത്തം വീതി. അപ്പൊ അതിന് നമ്മൾ 2 ആക്കി മടക്കുന്ന സമയത്ത് നമുക്ക് 22 ഇഞ്ച് കിട്ടും. 22 ഇഞ്ചിന് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ, അതായത് ആ ഒരു മീറ്റർ മൊത്തമായിട്ടാണ് നമ്മൾ ഇതേപോലെ കറക്റ്റ് സെന്റർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ യോക്ക് ചെയ്ത സമയത്ത് 11 ഇഞ്ചാണ് എടുത്തത്. അതായത് സീം അലവൻസ് ഇല്ലാതെ നമ്മൾ 11 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന സെന്റർ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ജോർജറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 2 ആക്കി കട്ട് ചെയ്യുന്ന സമയത്ത് 22 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് പോകും. ബാക്കി നമുക്ക് 21 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും കൂടി, അതായത് 11 + 21 കൂട്ടുന്ന സമയത്ത് നമുക്ക് 32 ഇഞ്ചാണ് കിട്ടുക. ബാക്കി നിങ്ങൾക്ക്, അതായത് ഈ 32 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് ടോട്ടൽ ലെങ്ത്തിൽ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് ആണ് നമ്മൾ അവസാനം കൊടുക്കുന്നത്, അതായത് 3ാമത്തെ ലെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്ലോറൽ പ്രിന്റിന് വേണ്ടിയിട്ടുള്ള എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 13.5 ഇഞ്ചാണ്. കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്ന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള 32 ഇഞ്ച് മൈനസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. പിന്നെ വിഡ്ത്ത് എത്രയാ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജോർജറ്റിന്റെ മെറ്റീരിയലിന് എത്രയാണോ വിഡ്ത്ത് എടുത്തത് സെയിം വിഡ്ത്താണ് നമ്മൾ ഈ ഒരു പീസിനും കൂടി എടുക്കേണ്ടത്. കാരണം താഴത്ത് നമ്മൾ ഫ്രില്ല് ആഡ് ചെയ്യുന്നില്ല, മുകളിൽ മാത്രമേ നമ്മൾ ഫ്രില്ല് ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ജോർജറ്റിന്റെ മെറ്റീരിയലിന്റെ വിഡ്ത്ത് എത്രയാണോ ആ വിഡ്ത്ത് തന്നെയാണ് എടുക്കേണ്ടത്. ലെങ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഇതുപോലെ ആവശ്യത്തിനുള്ള വിഡ്ത്തിനനുസരിച്ചിട്ട് 13.5 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം ഞാൻ 18 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതേപോലെ സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടത്. ഞാനൊരു
3/4 സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മടക്കിയിടുക കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ സ്ലീവ് കുഴിച്ചു വരയ്ക്കുന്ന പോലെ സ്ലീവ് ഇതേപോലെ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. താഴ്വശത്തുള്ള വിഡ്ത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ 2 പോയിന്റ് യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെന്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക കേട്ടോ, സെന്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. 2 മീറ്റർ ആണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. ആ 2 മീറ്റർ ലൈനിങ് ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ്ങിന്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ്. അതായത് നമ്മുടെ മെയിൻ ലെങ്ത്തിനേക്കാൾ, അതായത് നമ്മുടെ ഡ്രസ്സിന്റെ ലെങ്ത്തിനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ്ങിന് ലെങ്ത് ആയിട്ട് എടുക്കാൻ. 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറച്ചിട്ട് വേണം ലൈനിങ്ങിന് ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പാർട്ട് എടുക്കുക. അതിൽ നിന്ന് ബാക്ക് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുക്കരുത്, ബാക്ക് പീസ് എടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ അളവൊക്കെ ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്കിന്റെ അളവ് മാർക്ക് ചെയ്യേണ്ട, ബാക്കിയുള്ള അളവുകളൊക്കെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണല്ലോ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ സാധാരണ നമ്മൾ വേസ്റ്റിന് എടുക്കുന്നത് 14 ഇഞ്ച് ലെങ്ത് ആണ്. അപ്പൊ ആ 14 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വേസ്റ്റ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി മൊത്തമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്ന മോഡലിൽ നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യാണ്. നേരെ താഴ്വശത്ത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചു വരയ്ക്കുന്നുണ്ട്. സെയിം അലൈൻ ചെയ്യുന്ന മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടിലെയും ബാക്കിലെയും ഒരേപോലത്തെ പീസുകളാണ് ഉണ്ടാവുക. അപ്പൊ ഫ്രണ്ടിലെ പീസിലെ ആം ഹോളും ഒന്നും കൂടി കുഴിച്ചു വരയ്ക്കണം കേട്ടോ. അതും കൂടി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് പീസിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് പേപ്പർ എങ്ങനെയാ കട്ട് ചെയ്യാന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്ത് അയൺ ചെയ്തു, പക്ഷെ ആ ഒരു വീഡിയോ ഓൺ ആയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് കാണിച്ചു തരാം. ഇതേപോലെ ആദ്യം 2 ആക്കിയിട്ട് മടക്കി കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ ആണ് കേട്ടോ, ഇതേപോലെ പേപ്പർ അല്ല, ക്യാൻവാസ് പേപ്പർ 2 ആക്കി മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലെ നെക്കിന് 6 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. 6 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് ആണ് വരയ്ക്കുന്നത്. അപ്പൊ താഴ്വശത്ത്, അതായത് മുകളിലല്ല, താഴെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. നമ്മൾ ആംഗിൾ ആയി വരച്ചിട്ടുള്ള ഈ ലൈനിൽ നേരെ, അതായത് ആ ആംഗിൾ ആയിട്ട് വരച്ചിട്ടുള്ള അതേപോലെ തന്നെ ടേപ്പ് വെച്ചിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു ഷേപ്പ്, ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതായത് ഒരു കർവ് പോലെ വരച്ചെടുക്കുകയാണ്. എൻഡിലെത്തുന്ന സമയത്ത് ഇങ്ങനെ ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്കെയിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കൈവച്ച് വരച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വിടാം, മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് താഴ്വശം മാത്രം ഇങ്ങനെ വരുന്ന രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ 2 ഇഞ്ചിൽ വരച്ച് നിർത്തി ഈ പോയിന്റിന്ന് നമ്മൾ നേരത്തെ മുകളിൽ 3 ഇഞ്ച് വരച്ച ആ പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊരു ഷേപ്പും കൂടി വരച്ചെടുക്കുക. എങ്ങനെയാണ് സ്വീറ്റ് ഹാർട്ട് നെക്ക് ചെയ്യുന്നതെന്നും വൈഡ് ആയിട്ടുള്ള സ്വീറ്റ് ഹാർട്ട് നെക്ക് എങ്ങനെയാ വരയ്ക്കുക എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. കുറച്ചും കൂടി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ കുറച്ചും കൂടി മനസ്സിലാവും. സെയിം ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സെന്ററിൽ ഒരു കട്ടും കൂടി കൊടുക്കുക. എന്നിട്ട് ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഇതൊന്ന് അയൺ ചെയ്തിട്ടും കൂടി എടുക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക, അതായത് നമ്മുടെ ഫ്രണ്ടിലെ യോക്ക് പാർട്ട് എടുക്കുക. ആദ്യം നമ്മുടെ ലൈനിങ്ങിന്റെ നല്ല വശം, ലൈനിങ്ങിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് നമ്മൾ നല്ല പീസ്, അതായത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെക്കണം കേട്ടോ. നല്ല വശം തന്നെ വെക്കണം. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക. കറക്റ്റ് സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ സെന്ററിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്ക് അത് വെച്ചു കൊടുക്കുക. 3ഉം സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. നമ്മൾ ലൈനിങ്ങിന്റെ നല്ല വശമാണ്, അതിന്റെ മുകളിൽ നമ്മൾ നല്ല പീസിന്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. 3ഉം സെന്റർ ടു സെന്റർ വെക്കുക. പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ വരച്ചിട്ടുള്ള നെക്കിന്റെ ഷേപ്പ് സെയിം അതേപോലെ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ആ ഒരു ക്യാൻവാസ് പേപ്പറിലുള്ള വരുന്ന ആ നെക്കിന്റെ കറക്റ്റ് അറ്റത്ത് കൂടെ വരണം ഈ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു കാരണവശാലും ഷേപ്പ് മാറി പോവാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു കാരണവശാലും വലിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാനും പാടില്ല. കാരണം രണ്ടും ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ആണല്ലോ, സ്ലിപ്പറി മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കറക്റ്റ് ഷേപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക.
സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ചിൽ ക്ലോത്ത് അവിടെ വെച്ചിട്ട് ബാക്കി ക്ലോത്ത് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് 3 പീസിലും കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ഒരു കാരണവശാലും നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം മുകളിലിരിക്കുന്ന ഈ ക്യാൻവാസ് പേപ്പർ ഒന്ന് മറയ്ക്കുക. മറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ കട്ട് കൊടുത്തിട്ടുള്ള ആ പീസും ക്യാൻവാസ് പേപ്പറും ഒരേ ഡയറക്ഷനിലും ബാക്കി 2 ക്ലോത്തും ഒരേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നെക്കിന്റെ സെയിം അതേ ഷേപ്പിൽ ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ച് നിർബന്ധമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നെക്കിന്റെ അതേ ഷേപ്പ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് അതേ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വെച്ചിട്ടുള്ള ഈ ക്യാൻവാസ് പേപ്പർ നമ്മുടെ നല്ല പീസിന്റെ താഴ്വശത്തേക്ക്, അതായത് അടിവശത്തേക്ക് ആക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇതേ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്വീറ്റ് ഹാർട്ട് നെക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ബാക്കിലെ നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നല്ല പീസിന്റെ നല്ല വശമാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. നല്ല പീസിലാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. സെന്റർ ടു സെന്റർ വെക്കുക, പിൻ കുത്തി കൊടുക്കുക. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സെയിം തന്നെ നേരത്തെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് പേപ്പർ ഉണ്ടായിരുന്നു. ഇതിൽ ക്യാൻവാസ് പേപ്പർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതേപോലെ റൗണ്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ചിൽ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. മറിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം പോലെ തന്നെ നേരത്തെ ക്യാൻവാസ് പേപ്പർ ഉണ്ട്, ഇതിൽ ക്യാൻവാസ് പേപ്പർ ഇല്ല. അപ്പൊ 2 രീതിയും നമ്മൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക്, ഫ്രണ്ട് പീസിന്റെ യോക്കിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ സെന്ററിൽ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. യോക്ക് പീസിൽ മാത്രമേ കട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ലൈനിങ് കട്ട് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ ലൈനിങ് മാറ്റി വെച്ചിട്ട് യോക്ക് പീസ് കട്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ജോർജറ്റിന്റെ മെറ്റീരിയൽ എടുക്കുക. അതിന് നല്ല വശത്തിന്റെ മുകളിൽ അതായത് നമ്മുടെ യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ജോർജറ്റിന്റെ പീസിന്റെ നല്ല വശം വെക്കുക. സെന്റർ ടു സെന്റർ വെക്കുക. അതായത് ജോർജറ്റിന്റെ പീസും സെന്റർ കട്ട് ചെയ്യണം. എന്നിട്ട് സെന്റർ ടു സെന്റർ വെക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്ലീറ്റ് ഇട്ടിട്ട് വരാം. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ചെയ്യുമ്പോൾ കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇടാറ്. പക്ഷെ ഇവിടെ കുഞ്ഞു പ്ലീറ്റ്സ് അല്ല, അത്യാവശ്യം വലിയ പ്ലീറ്റ് ആണ് ഇടുന്നത്. ഓവർ വലിയ പ്ലീറ്റും അല്ല, ഒരു ഇടത്തരം, ഒരു മീഡിയം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള പ്ലീറ്റ്സ് ആണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് പ്ലീറ്റ്സ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ യോക്കിന്റെ ആ ഒരു വിഡ്ത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ. അപ്പൊ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പ്ലീറ്റ് ആണ് കൊടുത്തെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസിൽ പ്ലീറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജോർജറ്റിന്റെ മെറ്റീരിയലിന്റെ നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഫ്ലോറൽ പ്രിന്റ് വെച്ചു കൊടുക്കുകയാണ്. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെച്ചതിന് ശേഷം താഴ്വശം നമ്മൾ ഒരു എൻഡ് മുതൽക്ക് അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാണ്. ഈ രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ലെയറിൽ നമ്മൾ പ്രില്ല് കൊടുക്കുന്നില്ല. സെന്ററിൽ കൊടുക്കുന്ന ലെയറിൽ മാത്രമേ നമ്മൾ പ്രില്ല് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇതേപോലെ നിവർത്തിയതിനു ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. കാരണം അത് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തേക്ക് സ്റ്റിച്ച് വരാതെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴ്വശം കൂടി ഒന്ന് മടക്കി തയ്ക്കുക. രണ്ടാക്കിയിട്ട് ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയതിനു ശേഷം താഴ്വശം മൊത്തമായിട്ടൊന്ന് മടക്കി തയ്ക്കുക. സെയിം ഇതേപോലെ തന്നെ ബാക്കിലെ പീസും കൂടി ചെയ്തെടുക്കുക. പിന്നെ ലൈനിങ്ങിന്റെ താഴ്വശം കൂടി മടക്കി തയ്ക്കുക കേട്ടോ. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുക്കാം. സ്ലീവിന്റെ താഴ്വശം ഇതേപോലെ നമ്മൾ മടക്കി തയ്ക്കുന്നുണ്ട്. ആദ്യം ഒരു മടക്ക് മടക്കി, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതേപോലെ സ്ലീവിന്റെ താഴ്വശം മടക്കി തയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രസ്സിന്റെ ഷോൾഡറിന്റെ മുകളിലായിട്ട് സ്ലീവിന്റെ സെന്റർ വെക്കുക. സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്യുക. ആദ്യം സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളെ ഡ്രസ്സിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശമാണ് വരേണ്ടത്. എന്നിട്ട് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്കും ജോയിൻ ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 2 സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നത് നല്ലതാണ്. സ്ലീവ് അതുപോലെ തന്നെ ഷോൾഡർ, ഇത് എപ്പോഴും നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സൈഡും കൂടി അളവ് പ്രകാരം ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ അളവ് പ്രകാരം സൈഡും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്.
ഫ്രണ്ട് അതായത് യോക്ക് പാർട്ടിലും അതുപോലെ തന്നെ താഴെ ഒരു ലെയർ ആയിട്ട് നമ്മൾ ഫ്ലോറൽ പ്രിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമ്മൾ റെഡ് കളറാണ് കൊടുത്തത്. നമ്മൾ ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് നമ്മൾ റെഡ് കളർ കൊടുത്തത്. നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ കളർ കൊടുത്ത് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.